Hello everyone, welcome to G-Pod Class 8. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Pod 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് സോഷ്യൽ സയൻസിലെ അവസാനമായിട്ട് പഠിക്കാനുള്ള ചാപ്റ്ററാണ് ഇത്. 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യൂറോപ്പ് ഓൺ വേൾഡ് മാപ്പ് അഥവാ ലോക ഭൂപടത്തിൽ യൂറോപ്പ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങളുടെ സ്കൂളിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം കമന്റ് ചെയ്യുക. അതേപോലെ ഈ സ്കൂളിൽ ഈ ചാപ്റ്റർ എടുത്തപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം കൂടി കമന്റ് ചെയ്യുക. മൊത്തത്തിൽ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വളരെ ക്വിക്കായിട്ട് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്തോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ആക്കാൻ പോകണം ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 8ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ആദ്യം യൂറോപ്പിൽ എന്ത് പഠിക്കുകയാണ്, ലൊക്കേഷൻ അല്ലേ. യൂറോപ്പിൽ ലൊക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർട്ടിക് ഓഷൻ നോർത്ത് അഥവാ വടക്ക് ഭാഗത്ത് എന്താണ് ആർട്ടിക് സമുദ്രവും, അറ്റ്ലാന്റിക് ഓഷൻ ടു ദ വെസ്റ്റ് പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ് അറ്റ്ലാന്റിക് സമുദ്രവും, മെഡിറ്ററേനിയൻ സീ ടു ദ സൗത്ത് തെക്ക് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലും, അതേപോലെ തന്നെ ഉറാൽ മൗണ്ടെയിൻസും ബ്ലാക്ക് സീയും കാസ്പിയൻ സീ എവിടെയാണ്, ഈസ്റ്റ് അഥവാ കിഴക്ക് ഭാഗത്തുമാണ്. നമ്മൾ യൂറോപ്പിന്റെ ടോപ്പോഗ്രഫി അഥവാ ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ എന്താ നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ് അഥവാ വടക്ക് പടിഞ്ഞാറൻ കുന്നുകളാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫിയോർഡ്സ് വലിയ വലിയ കുന്നുകൾ, ഗ്ലേഷ്യേഴ്സ് അഥവാ ഹിമാനികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. രണ്ടാമത്തേത് നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് അഥവാ ഉത്തര യൂറോപ്യൻ സമതലം അല്ലെങ്കിൽ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ അല്ലെ. ഉറാൽ മൗണ്ടെയിൻസ് മുതൽ അറ്റ്ലാന്റിക് ഓഷൻ അഥവാ അറ്റ്ലാന്റിക് സമുദ്രം വരെ നീണ്ടു കിടക്കുന്ന സമതല പ്രദേശങ്ങളാണ് ഇത് ഉറാൽ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് അഥവാ ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, സ്റ്റെപ്പീസ് എന്ന് വിളിക്കുന്ന പുൽമേടുകൾ കാണാൻ പറ്റും കേട്ടോ. ആൻഡ് വോൾഗ, നെയ്പ്പർ പോലുള്ള റിവേഴ്സ് അഥവാ നദികളുടെ സെഡിമെന്റ്സ് അഥവാ നിക്ഷേപങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത്. മൂന്നാമതാണ് ഇത് സെൻട്രൽ അപ്ലാൻസ് എന്ന് പറയുന്നത്. ആൻ ഏരിയ ഓഫ് ഹിൽസ്, വാലീസ് ആൻഡ് പ്ലേറ്റ്യൂസ് സ്ട്രെച്ചിങ് ഫ്രം അയർലൻഡ് ടു റഷ്യ. അയർലൻഡ് മുതൽ റഷ്യ വരെ നീണ്ടു കിടക്കുന്ന ഒരു പ്ലേറ്റ്യൂ പോലുള്ള പ്രദേശമാണ് ഇത് സെൻട്രൽ അപ്ലാൻസ് എന്ന് പറയുന്നത്. അതായത് ആൽപൈൻ മൗണ്ടൻ സിസ്റ്റമാണ്. കോക്കസസ്, കാർപ്പാത്തിയന്, ആൽപ്സ് പോലെയുള്ള പർവ്വതങ്ങൾ കൂടി ചേർന്നാണ് എന്ത് ഈ ഒരു ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ യൂറോപ്പിന്റെ ടോപ്പോഗ്രഫി ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 അല്ലെ. യൂറോപ്പിന്റെ ഭൂപ്രകൃതിയെ നമ്മൾ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഈ രണ്ട് ക്വസ്റ്റിനെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. കാരണം പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യട്ടോ. ശ്രദ്ധിക്കണം, ഏതാടാ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിന്റെ കാര്യം മറന്നു പോകണ്ട. ഇതേപോലെ നോട്ടുകൾ, ക്വസ്റ്റ്യൻസ്, ഡെയിലി പ്ലാനുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ G-Pod ക്രിസ്മസ് എക്സാമിന്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. നമ്മൾ യൂറോപ്പിന്റെ ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഒന്ന് ആർട്ടിക് തുന്ദ്ര അല്ലെങ്കിൽ തുന്ദ്ര ക്ലൈമറ്റ് ആണ്. രണ്ടാമത് സബ് ആർട്ടിക് അല്ലെങ്കിൽ ടൈഗ ക്ലൈമറ്റ് ആണ്. മൂന്നാമത് ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് അഥവാ കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥയുണ്ട്. നാലാമത്തെ എന്താണ് വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് അഥവാ പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥയുണ്ട്. അഞ്ചാമത്തെ എന്താ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് അഥവാ മെഡിറ്ററേനിയൻ കാലാവസ്ഥയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നിങ്ങൾ ശ്രദ്ധിച്ച ഏതായത് ആർട്ടിക് തുന്ദ്ര ക്ലൈമറ്റ് പറഞ്ഞാൽ എന്താ എക്സ്ട്രീം കോൾഡ്നെസ് അല്ലെ. തുന്ദ്ര ക്ലൈമറ്റ് പറഞ്ഞാൽ വളരെ അധികം തണുപ്പ് അനുഭവപ്പെടുന്ന -40°C വരെ തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഇത് ആർട്ടിക് തുന്ദ്ര ക്ലൈമറ്റ്. ഇനി സബ് ആർട്ടിക് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ കോണിഫറസ് ട്രീസ് അഥവാ സ്തൂപികാഗ്ര മരങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ അവിടുത്തെ പ്രത്യേകത. മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മുന്തിരിക കൃഷി ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ്. പിന്നെ ഈസ്റ്റേൺ യൂറോപ്യൻ ആൻഡ് വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ കാലാവസ്ഥ മേഖലയും, യൂറോപ്പിന്റെ ഓരോ കാലാവസ്ഥ മേഖലയും അതിന്റെ സവിശേഷത നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം അല്ലെ. ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് അഥവാ കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥയിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, സ്റ്റെപ്പീസ് കാണാൻ പറ്റുക. സിവിയർ സമ്മേഴ്സ് ആൻഡ് എക്സ്ട്രീം വിന്റേഴ്സ്, അതായത് നല്ല വേനൽക്കാലം നല്ല ശൈത്യകാലമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് അഥവാ പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ പറഞ്ഞാൽ എന്താ മോഡറേറ്റ് ഹീറ്റ്, ഒരു മിതമായ ചൂടാണ്. റെയിൻഫോൾ ത്രൂ ഔട്ട് ദി ഇയർ, അത്യാവശ്യം നല്ല രീതിയിൽ എന്തുണ്ട്, മഴ കിട്ടും. ഇവിടെ ഡിസിഡ്യൂസ് ഫോറസ്റ്റ് അഥവാ സ്തൂപികാഗ്ര മരങ്ങൾ കാണാൻ പറ്റും. മെഡിറ്ററേനിയൻ സീക്ക് ചുറ്റുമാണ് എന്ത് കാണാൻ പറ്റുന്നത്, മെഡിറ്ററേനിയൻ കാലാവസ്ഥ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ കാലാവസ്ഥ ഇമ്പോർട്ടൻ്റ് ആണ്. യൂറോപ്പിന്റെ ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ എക്സാമിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓരോന്നും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇതിനൊക്കെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ യൂറോപ്പിന്റെ അഗ്രികൾച്ചർ അഥവാ കൃഷി നോക്കുകയാണെങ്കിൽ 3 ടൈപ്പ് ഫാമിംഗ് ഉണ്ട്. ഇന്റൻസീവ് ഫാമിംഗ് അഥവാ തീവ്ര കൃഷിയുണ്ട്, എക്സ്റ്റൻസീവ് ഫാമിംഗ് അഥവാ വ്യാപക കൃഷിയുണ്ട്, മിക്സഡ് ഫാമിംഗ് അഥവാ എന്തുണ്ട്, മിശ്ര കൃഷിയുണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഓരോ ടൈപ്പ് കൃഷി നിങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ട്. അതായത് ഇന്റൻസീവ് ഫാമിംഗ് തീവ്ര കൃഷി, എക്സ്റ്റൻസീവ് ഫാമിംഗ് വ്യാപക കൃഷി, പിന്നെ അതേപോലെ തന്നെ മിക്സഡ് ഫാമിംഗ് അഥവാ മിശ്ര കൃഷി എന്നിവ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. പിന്നെ ഇവിടെ ഫിഷിംഗ് നല്ല രീതിയിലുണ്ട്. അതായത് ഈ ഒരു നോർവേ അതേപോലെ രാജ്യങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഫിഷിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മീൻപിടുത്തം നടക്കുന്നുണ്ട്. പിന്നെ യൂറോപ്യൻ ഇൻഡസ്ട്രീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, കാറുകൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി, കോട്ടൺ ഇൻഡസ്ട്രി, പരുത്തി ഇൻഡസ്ട്രി, അങ്ങനത്തെ വ്യവസായശാല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. നമ്മൾ യൂറോപ്പിലേക്ക് പോകണ ഒരുപാട് സിറ്റീസ് അഥവാ ഒരുപാട് നഗരങ്ങൾ ഉള്ളതാണ് ഇത് യൂറോപ്പ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഇത്. ഒന്ന്
പാരീസ്, ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് അല്ലെ, ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് ആണ്. സെയിൻ റിവറിന്റെ തീരത്താണ് ആരുള്ളത്? പാരീസ് ഉള്ളത്. ലണ്ടൻ ആണ് ക്യാപിറ്റൽ ഓഫ് UK ആണ്. തേംസ് റിവർ, തേംസ് നദിയുടെ തീരത്താണ് ആരുള്ളത്? ലണ്ടൻ ഉള്ളത്. മോസ്കോ ആണ് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ, മോസ്കോവ റിവർ അഥവാ മോസ്കോവ നദിയുടെ തീരത്താണുള്ളത്. അടുത്ത റോം ആണ് ക്യാപിറ്റൽ ഓഫ് ഇറ്റലി ഓൺ ദ റിവർ ടൈബർ, ടൈബർ നദിയുടെ തീരത്താണ് എന്തുള്ളത്? റോം ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഈ ഓരോ നദിയും അത് ഏതൊക്കെ ഇതിന്റെ തീരത്താണ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കട്ടോ. പിന്നെ ലാസ്റ്റ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് ഫിൻലാൻഡിനെ കുറിച്ചിട്ടാണ്. ലാൻഡ് ഓഫ് 1000 ലേക്സ് അല്ലെ, 1000 തടാകങ്ങളുടെ നാട് എന്ന് വിളിക്കുന്ന ഫിൻലാൻഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഫിൻലാൻഡ് എന്താണ്? വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ അവസാനത്തെ 7 കൊല്ലമായിട്ട് ഫസ്റ്റ് പൊസിഷനിലാണ്. അത് എന്തുകൊണ്ടാന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കട്ടോ. ഈ ഒരു ഹോംവർക്ക് ഉണ്ട്. ഈ ഒരു ഹോംവർക്കിന്റെ ആൻസർ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ്. ഇതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ വളരെ ക്വിക്കായുള്ള റിവിഷൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താണ്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ പോയിന്റ് എഴുതിയ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? എക്സാമിന് മാർക്ക് കിട്ടില്ല. നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണം. ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എവിടെയുണ്ട്? എഡ്യൂപോയിന്റ് പ്രീ ബൂസ്റ്റർ ബാച്ചിലുണ്ട്. നിങ്ങൾ എഡ്യൂപോയിന്റിന്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആകും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? എഡ്യൂപോയിന്റിന്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യട്ടോ. കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കേട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടാൻ പറ്റൂ. കാരണം അത് മാത്രമല്ല അഡീഷണൽ ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ പ്രോബ്ലംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഡ്യൂപോയിന്റ് പ്രീ ബൂസ്റ്റർ ബാച്ചിൽ അവൈലബിൾ ആണ്. നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. സോ ജോയിൻ ചെയ്യാനായിട്ട് കമന്റ് ബോക്സിൽ എന്തുണ്ട്? ഒരു ഫോം ഉണ്ട്, അല്ലെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, നമുക്ക് അവിടെ നിന്ന് സെറ്റ് ആക്കാം. വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കമന്റ് ചെയ്യുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.